ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ബുദ്ധിപൂർവ്വം കളിച്ച കുറച്ച് പേരെ അവിടെ ഉള്ളൂ. അനീഷും ആര്യനും നിവിനും ആദിലയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കളിച്ചവരാണ്. ലാലേട്ടൻ്റെ മുൻപിൽ വെച്ചാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത്. ടാസ്ക് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ടിവിറ്റി ഏരിയയിൽ 2 പെഡസ്റ്റലുകളിലായി 2 ബൗളുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ബൗളിൽ 2 ടെന്നീസ് ബോളുകൾ ഉണ്ടാകും. മത്സരാർത്ഥികൾ ആ ടെന്നീസ് ബോൾ ഇരിക്കുന്ന പെഡസ്റ്റലിൽ നിന്നും ഒരു ബോൾ എടുത്ത് ടെന്നീസ് ബാറ്റിൽ ബാലൻസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെഡസ്റ്റലിലുള്ള ബൗളിൽ കൊണ്ട് നിക്ഷേപിക്കുക എന്നതാണ് ടാസ്ക്. പക്ഷേ ഇവർക്ക് വെറുതെ നടന്നു കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റില്ല. ഇവർക്ക് നടക്കാനായിട്ട് അവിടെ വളരെ നീളം കുറഞ്ഞ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലൂടെ കയറി വേണം ഇവർ ആ ഒരു ടെന്നീസ് ബോൾ ഇപ്പർ ബൗളിൽ നിന്നും അപ്പുറം എത്തിക്കാൻ. അപ്പോൾ ആ കമ്പിയിൽ കയറി നേരെ വീഴാതെ വേണം നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബൗളിൽ കൊണ്ട് നിക്ഷേപിക്കാൻ. അതല്ലാതെ ടെന്നീസ് ബോളിൽ ബോൾ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു കമ്പിയിൽ നിന്ന് അവർ താഴെ പോവുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിക്ഷേപിക്കാൻ പറ്റാതെയോ വരികയാണെങ്കിൽ ഇവർ ആ ഒരു ടാസ്കിൽ നിന്നും ഔട്ടാകുന്നതാണ്. അപ്പോൾ ബാലൻസിങ് ഇതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ കൂടുതൽ നന്നായിട്ട് ബാലൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ബെയർ ഫൂട്ടിൽ തന്നെ ആ ഒരു കമ്പിയിൽ കയറി ചവിട്ടിപ്പോണം. അതായത് ചെറിയ ഒരു കമ്പിയാണല്ലോ. അപ്പോൾ കൂടുതൽ ബാലൻസ് കിട്ടണമെങ്കിൽ ഷൂ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ബാലൻസ് കിട്ടില്ല. ഇപ്പോൾ ഓടാനൊക്കെ ആണെങ്കിൽ ഷൂ ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു ടാസ്കിൽ ഷൂ ഊരിയിട്ട് കളിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കളിച്ചത് അനീഷും ആര്യനും നെവിനും ആദിലയുമാണ്. അവർ 4 പേരുമാണ് പ്രൊമോയ്ക്കകത്ത് ചെരുപ്പ് ഊരിയിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. ഷാനവാസൊക്കെ ഷൂ ഇട്ടിട്ട് അവിടെ ആ കമ്പിയിൽ കയറി നിൽക്കുമ്പോൾ തന്നെ തെന്നുന്നത് ഉൾപ്പെടെ പ്രൊമോയ്ക്കകത്ത് കാണാം. എന്തായാലും ബുദ്ധി ഉപയോഗിച്ച് കളിച്ചത് ആര്യനും നെവിനും അനീഷും ആദിലയും തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പ്രൊമോ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.